ചേന്നമംഗലത്ത് നടന്ന അരുംകൊല പ്രതി എപ്പോഴും രക്ഷപ്പെടാറുള്ളത് മെന്റൽ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട്. എന്തെങ്കിലും പ്രശ്നമായാൽ അമ്മ ഉടനെ സർട്ടിഫിക്കറ്റുമായി അവിടെ എത്തുമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആദ്യം ചെറിയ ചെറിയ മോഷണങ്ങളിലൂടെയാണ് ഋതു ജയൻ എന്ന് പറയുന്ന യുവാവ് നാട്ടുകാർക്ക് മുഴുവൻ ഒരു പൊതുശല്യമായി മാറിയത്. എപ്പോഴും കയ്യിൽ പൈപ്പ് വടിയുമായി നടന്നുകൊണ്ടിരിക്കും. ഒട്ടേറെ ആക്രമണ കേസുകളും മോഷണ കേസുകളുമെല്ലാം ഇയാളുടെ പേരിൽ നേരത്തെ തന്നെയുണ്ട്. പക്ഷെ ആരോട് ചോദിക്കുകയാണെങ്കിലും വളരെ മാന്യനാണെന്നേ പറയുകയുള്ളൂ. കാരണം തന്നെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അയാളെയും ആക്രമിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ ഭയത്താൽ മാന്യനായ യുവാവ് എന്നാണത്ര ഋതു ജയനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മകന്റെ എല്ലാ കൊള്ളരുതായ്മക്കും ഈ അമ്മ കൂട്ടുനിൽക്കുമായിരുന്നുമത്രേ. അവൻ ഏതൊരു സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയാലും പോലീസ് കസ്റ്റഡിയിലെടുത്താലും അവിടെ സർട്ടിഫിക്കറ്റുമായി അമ്മയെത്തും. തൻ്റെ മകൻ അസുഖബാധിതനാണ്, അവൻ മാനസിക രോഗിയാണെന്നുള്ള വാദവുമായി അമ്മ അവിടെ എത്തും. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഞങ്ങളുടെ ആരുടെയും നോട്ടത്തിൽ അവന് യാതൊരു രോഗവുമുള്ളതായും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. വീട്ടിലേക്ക് ഒളിഞ്ഞു നോട്ടം, അയൽവാസികളുടെ വീട്ടിലേക്ക് കല്ലെടുത്തെറിയുക, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് ഇയാളുടെ പതിവ്. മാനസിക രോഗി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, മാനസിക രോഗമുണ്ടെങ്കിൽ ഇവനെ ഭ്രാന്താലയത്തിൽ കൊണ്ടുപോയി കിടത്തുന്നതല്ല ഏറ്റവും നല്ലത്. ഞങ്ങളെയൊക്കെ ജീവന് വരെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഇവനെ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിൽ മയക്കി കിടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചേന്ദമംഗലം പേരപ്പാടം കാട്ടിൻപറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനിഷ എന്നിവരെയാണ് അയൽവാസി ഋതു ജയൻ ഇന്നലെ വൈകിട്ട് കൊന്നത്. 2 ദിവസം മുമ്പ് ഗൾഫിൽ നിന്നെത്തിയ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ ലക്ഷ്യം വെച്ചു എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഋതു ജിതിനെ ആക്രമിക്കുന്നത് കണ്ട് ഓടിയെത്തിയ ഭാര്യയായ അനീഷയും അനീഷയുടെ അച്ഛനും വേണുവും ഭാര്യ ഉഷയും അത് തടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്കും പരിക്കേൽക്കുന്നത്. ആക്രമണത്തിൽ ഇവർ 3 പേരും മരണപ്പെട്ടു. വിനീഷയുടെ ഭർത്താവായ ജിതിൻ ബോസ് എന്ന് പറയുന്ന യുവാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവനെ പോലെയുള്ളവരെയെല്ലാം എന്ത് ചെയ്യണം? കേസ് നൽകിയാലും പോലീസ് യാതൊരു നടപടിയും ഇവന്റെ മേൽ എടുക്കില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇവന്റെ ഈ ശല്യം കാരണം തന്നെ ഇവന്റെ അയൽവാസികളുടെ വീട്ടുകളിലെല്ലാം CCTV ക്യാമറ സ്ഥാപിക്കേണ്ട അവസ്ഥ അവർക്കെല്ലാം വന്നു. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി വളരെ മോശമാണ്. എത്ര കൊലപാതകങ്ങളും പീഡനങ്ങളും ഇവിടെ അരങ്ങേറി. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ആവശ്യമായ ശിക്ഷ നൽകാത്തത് കാരണം ഇത്തരം കുറ്റകൃത്യങ്ങളെ നിയമപാലകർ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇനിയും ഇതുപോലെയുള്ള പല ചെറുപ്പക്കാരും ഉണ്ടാകും. അവരെയൊന്നും അങ്ങനെ അങ്ങ് കെട്ടയച്ചു വിടാൻ പാടില്ല. ഋതു ജിതിന്റെ വീട്ടുകാർക്ക് നിത്യശല്യക്കാരനായിരുന്നു. അവരുടെ ഗേറ്റ് ചവിട്ടിപ്പൊളിച്ച് 2 കഷ്ണമായി മാറി. അതിന് അവർ കേസ് കൊടുത്തു. അതിന് FIR ഇടുകയൊന്നും ചെയ്തില്ല, ഒത്തുതീർപ്പാക്കി വിട്ടു. ഗേറ്റ് തല്ലിപ്പൊളിക്കുക, അപവാദങ്ങൾ വിളിച്ചു പറയുക, തെറി പറയുക, മതില് ചാടിക്കടക്കുക, സൺസൈഡിലേക്ക് ചാടിക്കയറുക, അസഭ്യം പറയലും ഭീഷണിപ്പെടുത്തലും സഹിക്കവയ്യാതെ ഇവർ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നു. എന്നാൽ അവിടുത്തെ പോലീസുകാർ കേസെടുക്കാൻ തയ്യാറായില്ല, ഒത്തുതീർപ്പാക്കി വിടുകയാണ് ചെയ്തത്. അതിനുള്ള കാരണം അവന്റെ അമ്മ മാനസിക രോഗിയാണെന്ന് കാണിച്ചുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേസുമായി മുന്നോട്ട് പോയിട്ടും ഒരു കാര്യവുമില്ല. ഋതുവിന്റെ അമ്മനോട് ഇവനെ നന്നായി ശ്രദ്ധിക്കണം, ചികിത്സിപ്പിക്കണം, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. പിന്നീട് 1 മാസത്തോളം ഇവനെ കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിന്റെ വൈരാഗ്യത്തിലാണ് ഒരു വീട്ടിലെ 4 പേരെയും ഇവൻ ആക്രമിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ഈ ക്രൂരനായ ചെറുപ്പക്കാരൻ കൊന്നത്. ചേന്ദമംഗലം പേരപ്പാടം പ്രദേശവാസികളായ കാട്ടിൻപറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് അയൽവാസി ഋതു ജയൻ ഇന്നലെ വൈകിട്ട് കൊന്നത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബേസിന് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുകയാണ്.